വഴിക്കാണ് അവനും മറ്റവനുമായിട്ടുള്ള അടി കണ്ടത്. മറ്റേ സായി ഇച്ചിരി മുമ്പ് ഓണായോന്നൊരു സംശയമുണ്ട് കേട്ടോ. അവൻ ഇനി എടുക്കത്തില്ല. പിന്നെ ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞങ്ങളിപ്പോൾ തൃച്ചിയിലാണുള്ളത്. അപ്പം ഞങ്ങൾ നാട്ടിൽ പോയിട്ട് ഒരു 3-4 മാസമായിട്ടുണ്ട്. അപ്പോൾ അവർ എൻ്റെ അനിയനും കൂടെ ഞങ്ങളെ കാണാനായിട്ട് വരുന്നുണ്ട്. സമ്മതിക്കത്തില്ല, കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവരെ കൂട്ടാനായിട്ട് പോവാണ്. കണ്ണൻ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് അപ്പവും ചിക്കനും അല്ലേ? അപ്പവും ചിക്കനുമാണ്. അപ്പം ഞങ്ങൾ പോയിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് കുറച്ച് ഹൈലൈറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കാണാറുണ്ട്. റോക്ക് ഫോർട്ട്, ശ്രീരംഗൻ ടെമ്പിൾ. അപ്പം അതിൻ്റെ ചെറിയൊരു വ്യൂ ഒക്കെ കണ്ട് നമുക്ക് പോകാം. പിന്നെ നമുക്ക് അവരെ പിക്ക് ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മളപ്പോൾ കണ്ണനെയും കൂട്ടി നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇച്ചിരി ധൃതി വെച്ചാണ് ഇറങ്ങുന്നത്. അവരുടെ കോളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആക്ച്വലി നമ്മളിവിടുന്ന് ഇറങ്ങിയതേ ഉള്ളൂ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന്. നമ്മൾ ഓൺ ദ വേ എന്നാണ് അവരോട് പറഞ്ഞിരിക്കുന്നത്. നമ്മളിച്ചിരി ഡിലേ ആയിപ്പോയി കണ്ണനെയൊക്കെ ഒരുക്കി ഇറങ്ങാനായിട്ട്. ഇപ്പം നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമ്മൾ സർവീസ് റോഡോട്ട് കിടക്കാനുള്ള റോഡാണിത്. അപ്പോൾ ജ്യോതി പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോ നമ്മൾ മെയിനായിട്ട് ഇടാൻ കാര്യം നമ്മൾ തൃച്ചിയിലെ ഒരുമാതിരിപ്പെട്ട അട്രാക്ഷൻസ് കൂടിയൊക്കെയാണ് കടന്നു പോകുന്നത്. നമ്മൾ നമ്പർ 1 ടോൾ ഗേറ്റിൽ നിന്ന് ഇപ്പോൾ നമ്മൾ തൃച്ചി ചെന്നൈ ഹൈവേയിലോട്ട് കയറിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ കൊല്ലിടം ബ്രിഡ്ജിലോട്ട് കടന്നിരിക്കുകയാണ്. ഇത് കൊല്ലിടത്തിൻ്റെ പുതിയ ബ്രിഡ്ജാണ്. ഈ കൊല്ലിടം റിവർ എന്ന് പറഞ്ഞാൽ കാവേരിയെ 2ആയിട്ട് ഡിവൈഡ് ചെയ്ത റിവറാണ്. കാവേരിയിൽ വെള്ളം അധികമായിരുന്നപ്പോൾ വെള്ളപ്പൊക്കം ഒഴിവാക്കാൻ വേണ്ടി ശ്രീരംഗ രാജാവ് വെട്ടിയാണ് കൊല്ലിടം റിവർ. അത് കാവേരിയെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തതാണ്. ഇപ്പം നമ്മൾ കൊല്ലിടം റിവർ കഴിഞ്ഞ് ശ്രീരംഗം ഐലൻഡിലോട്ട് കടന്നിരിക്കുകയാണ്. ഇവിടുന്ന് റൈറ്റ് പോകുന്നതാണ് ശ്രീരംഗം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വർക്കിംഗ് ടെമ്പിളുകളിൽ ഒന്നാണ്. ഇപ്പോൾ നമ്മൾ കാവേരി പാലത്തിലോട്ട് കയറുകയാണ്. കാവേരി പാലത്തിൽ നിന്ന് കയറുമ്പോൾ തന്നെ റോക്ക് ഫോർട്ടിൻ്റെ ഒരു വളരെ മനോഹരമായ വ്യൂ കാണാം. ത്രൂ ഔട്ട് ഈ ബ്രിഡ്ജിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ റോക്ക് ഫോർട്ട് അഥവാ മലക്കോട്ടെ, ഈ അമ്പലത്തിന് 273 ഫീറ്റ് അടിയുണ്ട്. ആ പാറയിൽ കാർവ് ചെയ്തിട്ടാണ് അമ്പലം ഉണ്ടാക്കിയിരിക്കുന്നത്. സോ നമ്മളിപ്പോൾ ഈ ബ്രിഡ്ജും കഴിഞ്ഞ് ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് നേരെ സ്ട്രെയിറ്റ് പോയാൽ ഇതിലേ നമുക്ക് റോക്ക് ഫോർട്ടോട്ട് പോകാം. നമ്മൾ വണ്ടി വഴി പോകുമ്പോൾ ഇവിടുന്ന് റൈറ്റ് സൈഡ് എടുത്തിട്ട് ഇത് ചത്രം ബസ് സ്റ്റാൻഡാണ്. തൃച്ചിയിൽ 2 മെയിൻ ബസ് സ്റ്റാൻഡുകളാണ് തൃച്ചിയിലുള്ളത്. ഒന്ന് തൃച്ചി സെൻട്രൽ ബസ് സ്റ്റാൻഡ്, ഇന്ന് ചത്രം ബസ് സ്റ്റാൻഡ്. സോ ഈ ചത്രം ബസ് സ്റ്റാൻഡിൽ നിന്ന് കഴിയുമ്പോൾ ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് റോക്ക് ഫോർട്ട്. ആ റോക്ക് ഫോർട്ടിൻ്റെ എൻട്രൻസ് കവാടമാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് കഴിഞ്ഞ് ഈ എൻട്രൻസ് കവാടത്തിൻ്റെ അപ്പുറമാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ്. സോ അവിടുന്ന് വരുന്നവർക്ക് ഇവിടെ ബസ് സ്റ്റോപ്പിൽ വന്ന് ഇവിടുന്ന് കയറാവുന്നതാണ്. ഇവിടുന്ന് റൈറ്റ് സൈഡിലോട്ട് തിരിയുമ്പോഴാണ് നമ്മുടെ ഫോർട്ട് റെയിൽവേ സ്റ്റേഷൻ. തൃച്ചിപ്പുഴ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞുള്ള റെയിൽവേ സ്റ്റേഷനാണ് ഫോർട്ട്. ഇതിൽ വളരെ മനോഹരമായ സ്റ്റേഷനാണ്. ഈ വെട്ട സിനിമയിൽ ദിലീപൊക്കെ ഇറങ്ങുമ്പോൾ കാണുന്ന ആ ഒരു ആംബിയൻസാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ വലിയ തിരക്കുകളൊന്നുമില്ല. എല്ലാ ട്രെയിനുകളൊന്നും ഇവിടെ നിന്ന് നിൽക്കാറില്ല. ഇതൊരു പഴയ റെയിൽവേ സ്റ്റേഷനാണ്. അതിൻ്റെ ഒരു ഭംഗിയും അച്ചടക്കവും വൃത്തിയൊക്കെ ഇവിടെ കാണാവുന്നതാണ്. നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ ഫോൺ വിളിച്ചത് അവർ ഇറങ്ങി വരുന്നുണ്ട് സുഹൃത്തുക്കളെ. നമുക്കിനി ശരിക്കും കണ്ണൻ ഇവരെ ഓണത്തിന് കണ്ടാണ് കേട്ടോ. അതിനുശേഷം ഇപ്പോഴാണ് കാണുന്നത്. ഇതാരാ ഇത്? കിളിയോ? സങ്കടം വന്നു. ഉറങ്ങുവാന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ച്. ആക്ച്വലി ഹി ഈസ് സ്ലീപ്പിംഗ്. ഇച്ചിരി മുമ്പ് ഓണായോന്നൊരു സംശയമുണ്ട് കേട്ടോ. നിങ്ങളൊന്നും കൂടെ വരാമോ? കിളിനെ വിളിച്ചേ. കാണാൻ അങ്ങനെ അവരുമായിട്ട് സെറ്റായി ഉമ്മയൊക്കെ കൊടുത്ത് ഏകദേശം സെറ്റായിരിക്കണം. അപ്പോൾ നമ്മളിവിടുന്ന് തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഫോർട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തിരിച്ച് ചത്രം റൂട്ടിലാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ വെളിയിൽ ഇറങ്ങുമ്പോഴേ നമ്മൾ കാണുന്നത് ഈ ഗോപുരമാണ്. ഇത് വൺ ഓഫ് ദി തൃച്ചിയിലെ ലാൻഡ്മാർക്കായ അവർ ലേഡി ഓഫ് ലോർഡ് ചർച്ചാണ്. ആ ചർച്ച് നേരെ ഈ റോക്ക് ഫോർട്ടിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. റോക്ക് ഫോർട്ടും ഈ ചർച്ചും ഫേസ് ടു ഫേസ് ആയിട്ടാണ്
വരുന്നത്. ഇത് രണ്ടും വൺ ഓഫ് ദി ഫേമസ് ലാൻഡ്മാർക്കാണ് തൃച്ചിയുടെ. ഈ ചർച്ചിന് 150 വർഷത്തിന് മേളിൽ പഴക്കമുണ്ട്. വളരെ മനോഹരമായൊരു ചർച്ചാണ്. നമുക്കത് കണ്ടു കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും, വളരെ ഭംഗിയിലാണത് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളീ കാണുന്ന സെൻറ്റ് ജോസഫ് കോളേജിൻ്റെ കോമ്പൗണ്ടിലാണ് ചർച്ച് ഇരിക്കുന്നത്. ഈ ചർച്ചും റോക്ക് ഫോർട്ടും ഈ ചത്രം ബസ് സ്റ്റാൻഡിനോട് തൊട്ടടുത്താണ്. ചത്രം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ പോലും ഇല്ല. അപ്പോൾ നമ്മൾ തൃച്ചിയിൽ നിന്ന് തിരിച്ച് ഫ്ലാറ്റിലോട്ട് എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ പോയ വഴി കൊല്ലിടം, കാവേരി, ശ്രീരംഗ ഐലൻഡ്, റോക്ക് ഫോർട്ട് ആൻഡ് ലേഡി ഓഫ് ലോർഡ്സ് ചർച്ച്, അങ്ങനെ പ്രധാനപ്പെട്ട ഇതെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. സോ കണ്ണൻ ഇപ്പോൾ ഇവരുമായിട്ട് സെറ്റായി, അനിലോക്കിയായിട്ട് സെറ്റായി കെട്ടിപ്പിടിച്ച് അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് കിടക്കാൻ പോവാണ്. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ഫാമിലി ടൈം ഇവരുമായിട്ട് സ്പെൻഡ് ചെയ്ത്, ഇവരിപ്പോൾ യാത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നതാണ്. സോ ഇവരുമായിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കാൻ പോകുക. കാരണം കണ്ണനോടെ സൈക്കിൾ എടുത്തത് ഒരു ചവിട്ടി കാണിക്കാനുള്ള പരിപാടിയിലാണ്, ഒറ്റപ്പാടിലാണ് കണ്ണൻ. സോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി രാവിലെ അതിന് എഴുന്നേറ്റ് ജ്യോതി ഉണ്ടാക്കി വെച്ചാണ് ഇതൊക്കെ. സോ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ KK നഗർ കിങ്സ് ബേക്കറിലോട്ടാണ് വന്നത്. അവിടെ കണ്ണൻ ഓടിക്കളിക്കുന്ന ഒരു സീനാണിത്. ഈ കിങ്സ് ബേക്കറി നാട്ടിൽ നിന്നുള്ളവരാണ് നടത്തുന്നത്, മലബാറുകാരാണ് ഇത് നടത്തുന്നത് കേട്ടോ. എല്ലാവർക്കും ഓരോ അവൻ ഇനി എടുക്കത്തില്ല. പിന്നെ സുധർമ്മ തോറ്റു, കണ്ണൻ ജയിച്ചു. കണ്ണൻ വീണ്ടും വീണ്ടും കലൂളി എടുത്ത് കഴിച്ചു. സോ നമ്മൾ ബേക്കറിയിൽ നിന്ന് ഇറങ്ങി നേരെ KK നഗർ പാർക്കിലോട്ട് വന്നു. KK നഗർ നമ്മൾ സെലക്ട് ചെയ്തതിൻ്റെ ഒരു ഉദ്ദേശം ഇതും കൂടിയാണ്. ഇവിടെ പുതിയതായിട്ട് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നതാണ് ഈ പാർക്ക്. തൃച്ചി കോർപ്പറേഷൻ്റെ ഒരു പാർക്കാണ് ഇത്. ഫ്രീ ആയിട്ടൊരു എൻട്രി ഉള്ള പാർക്കാണ് ഇത്. തൃച്ചി കാജാമലയാണ് എക്സാക്ട് ലൊക്കേഷൻ. സോ തൃച്ചിയുള്ളവർക്ക് ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. അപ്പം നമ്മൾ നെക്സ്റ്റ് ഡേ കാരക്കുടി റൂട്ടിലാണ് പോയത്. അപ്പോൾ അവിടെ പോകുന്ന വഴിയിലുള്ള തിരുമായം ഫോർട്ടും പെരുമാളിൻ്റെ ശിവൻ്റെയും അമ്പലവുമാണ് നമ്മളിപ്പോൾ അടുത്ത വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ ഫർദർ അപ്ഡേറ്റ്.